ഗൗതമിലേക്ക് പോകാം. പിന്നാലെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുമെല്ലാം എത്താം. ഗൗതം, പുത്തൻപുലരിയിലെ തുടക്കത്തിൽ ഗൗതം ചൂണ്ടിക്കാട്ടിയിരുന്ന പല സാധ്യതകളിൽ ഒന്ന് അനുവും പറഞ്ഞിരുന്നു. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഭാരതീയരുടെ മോചനം, മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടവര്, സേനയിലുള്ളവർ. ഏതായാലും അതിനുള്ള അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. കാര്യം അത് സംബന്ധിച്ച വാർത്തയാണ് ഇപ്പോൾ മോസ്കോയിൽ നിന്ന് വരുന്നത്, അല്ലേ ഗൗതം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ, അതുപോലെ ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകളും? ഇന്ന് ദേശീയ തലത്തിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് അജണ്ടയായി മാറുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം അവിടെ എത്തിയ ശേഷം അദ്ദേഹം ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റുമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഉച്ചകോടി, ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ വളരെ പോസിറ്റീവായ ചില വാർത്തകൾ മോസ്കോയിൽ നിന്നും വരുന്നു. അതിലൊന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ ഏതാണ്ട് 40-ലധികം ഇന്ത്യക്കാർ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ കുടുങ്ങുകയും മറ്റു ചിലർ സൈനിക സേവനത്തിലേക്ക് അവിടെ നിർബന്ധിതമായി ജോലി ചെയ്യേണ്ട സാഹചര്യമൊക്കെ റഷ്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം മുഴുവൻ ഇന്ത്യക്കാർക്കും, മലയാളികൾ ഉൾപ്പെടുന്ന മുഴുവൻ ഇന്ത്യക്കാർക്കും വളരെ വേഗത്തിൽ തന്നെ തിരിച്ചു വരാൻ കഴിയും. ആ രീതിയിലുള്ള ചില ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇടയിൽ നടന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇന്ത്യ റഷ്യ ഈ ഉച്ചകോടിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാഷ്ട്രങ്ങളുടെയും തലവന്മാർ നടത്തുന്ന സംയുക്ത പ്രസ്താവനയിൽ ഒരുപക്ഷെ ഇക്കാര്യം ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജമ്മു കശ്മീരിലെ കത്വായിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലാണ്. ഇന്നലെ അവിടെ ഭീകരർ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിൽ 5 സൈനികരെ രാജ്യത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും ഇപ്പോഴും അവിടെ ഈ ഓപ്പറേഷൻ തുടരുകയാണ്. ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ ശേഷം ഭീകരർ വനത്തിലേക്കും മറ്റും ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ ഈ ഭീകരശക്തികളെ പൂർണ്ണമായി തുരത്തിയ ശേഷമേ ഈ നിർണായകമായ ഓപ്പറേഷൻ അവസാനിപ്പിക്കൂ എന്നാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ വളരെ ശ്രദ്ധേയമായ ഒരു ഓപ്പറേഷൻ ജമ്മു കാശ്മീരിൽ നടക്കുന്നുണ്ട്. ശരി ഗൗതം, ഇത് സംബന്ധിച്ച മറ്റു വാർത്തകൾ തുടർന്നുള്ള മണിക്കൂറിൽ ഹാപ്പനിങ് അവറിലടക്കം പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് അവിടെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് എന്താണ് തലസ്ഥാനത്തു നിന്നുള്ള വാർത്തകൾ? നിയമസഭാ സമ്മേളനം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്, അല്ലെ? ഇനി 2 ദിവസം കൂടി, 3 ദിവസം, വ്യാഴാഴ്ച പിരിയും തോന്നുന്നു. ഇന്ന് BJP ദേശീയ അധ്യക്ഷൻ, പുതിയ മന്ത്രിസഭയിലെ മന്ത്രി JP നദ്ദ എത്തുന്നു. വിശാല നേതൃയോഗം എന്നാണ് നേരത്തെ തന്നെ വന്ന വാർത്ത. പ്രശാന്ത്, ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? അദ്ദേഹം എപ്പോഴാണ് എത്തിച്ചേരുന്നത്? എപ്പോഴാണ് ഈ നേതൃയോഗം? മറ്റു പരിപാടികൾ എന്തൊക്കെയാണ് ശ്രീ നദ്ദയുടെ? ഗുഡ് മോർണിംഗ് പ്രദീപ് ആൻഡ് ആനു. വളരെ വിശാലമായൊരു വാർത്താ ദിനമാണ് ഇന്ന് തലസ്ഥാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് BJP ദേശീയ അധ്യക്ഷന്റെ കേരളത്തിലേക്കുള്ള സന്ദർശനം. ഏകദേശം 11 മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. BJPയുടെ വിശാല നേതൃയോഗവുമായി ബന്ധപ്പെട്ടാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. സംസ്ഥാന നേതാക്കളടക്കം ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സമഗ്രമായൊരു നേതൃയോഗമാണ് ഇന്ന് നടക്കാൻ ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം വിജയമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലും BJPക്ക് വിജയം കൈവരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് JP നദ്ദ കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. മറ്റു ചില സന്ദർശനങ്ങളും അദ്ദേഹത്തിന്റെ ഇതോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും 11 മണിയോട് കൂടിയാണ് JP നദ്ദയുടെ സന്ദർശനം ഉണ്ടാകുക. അതിനുശേഷമാണ് നിലവിലിപ്പോൾ ഈ യോഗം, അതായത് ഈ വിശാല യോഗത്തിലേക്കുള്ള പ്രതിനിധികളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന യോഗത്തിലേക്കുള്ള പ്രതിനിധികളെല്ലാം ഇപ്പോൾ തന്നെ എത്തി തുടങ്ങിയിരിക്കുന്നുണ്ട്. 10:30 കൂടിയാണ് ഈ വിശാല നേതൃയോഗം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രതിനിധികളെല്ലാം എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പറയേണ്ട, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതും BJPയുടെ ദേശീയ അധ്യക്ഷന്റെ സന്ദർശനം തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, CPIയുടെ ഒരു കൗൺസിൽ 2 ദിവസങ്ങളായി ഇന്നും നാളെയുമായി നടക്കും. അതും ഈ തെരഞ്ഞെടുപ്പുണ്ടായ പരാജയമടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലാണ് ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയന്റെ അടക്കം, അതായത് ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെല്ലാമാണ് ഈ പരാജയത്തിന് കാരണമെന്ന് നേരത്തെ എക്സിക്യൂട്ടീവുകളിലെല്ലാം വിമർശനങ്ങൾ ഉയരുന്നു. അത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളടക്കം ഈ CPIയിലുള്ള 2 ദിവസം നീണ്ടു നിൽക്കുന്ന കൗൺസിലിൽ ചർച്ചയാകുമെന്ന് നടക്കമുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ SFIക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ CPI സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന
നിൽക്കുമ്പോൾ ഒരു അതീവ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഇന്നത്തെ കൗൺസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏവരും അതും ഉറ്റുനോക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. നിലവിൽ ഇത്തരമൊരു ഒരു കൗൺസിൽ കൂടിയാണ് ഇന്ന് നടക്കുകയും ചെയ്തത്. മറ്റൊന്നാണ് നിയമസഭാ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ചോദ്യോത്തരവേളയാണ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ ബജറ്റ് മേലുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതും ഏറ്റവും ഒരു പ്രാധാന്യം കൂടി അറിയിക്കുന്നതാണ്. നേരത്തെ 25-ാം തീയതി വരെയാണ് ഈ സമ്മേളനം ഉണ്ടായിരുന്നെങ്കിൽ, നിശ്ചയിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് വെട്ടിച്ചുരുക്കി സഭാ സമ്മേളനങ്ങൾ വെട്ടിച്ചുരുക്കി 2 ദിവസത്തിനുള്ളിൽ അത് സമാപിക്കുവാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ബില്ലുകളെല്ലാം പാസ്സാക്കുവാനുള്ള ബില്ലുകളെല്ലാം പാസ്സാക്കുന്നതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഏകദേശം ഒരു 5 മണിക്കൂറടുത്ത് 5 മണി വരെ 5-6 മണി വരെ ഈ സമ്മേളനം നീണ്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലാണ് ഈ പരമാവധി ബില്ലുകളൊക്കെ പാസ്സാക്കിക്കൊണ്ടുള്ളൊരു നിലയിലേക്ക് സഭയും എത്തിച്ചേരുന്നത്. മറ്റു ചില പരിപാടികൾ എന്ന് പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. അത് ശ്രീകാര്യത്ത് ഒരു കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ഘാടനവും സന്ദർശനവും ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണ് നിലവിൽ കേരളത്തിലെ സംസ്ഥാനത്തെ നിലവിലെ പരിപാടികൾ ഇരിക്കുന്നത്. പ്രശാന്താണ് തിരുവനന്തപുരത്തു നിന്നുള്ള ന്യൂസ് അജണ്ട പറഞ്ഞത്. ഇനി കണ്ണൂരിലേക്ക് പോയി സുധീഷിലേക്ക് വരാം. ശ്രീജിത്ത്, എന്താണ് കണ്ണൂരിൽ പ്രധാന വാർത്ത? അത് കോഴിക്കോട് മേഖലയുടെ മുഴുവൻ ന്യൂസ് അജണ്ടയാണ് ശ്രീജിത്ത് പ്രസന്റ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും അത്തരമാണ് ഇന്ന് കോഴിക്കോടുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കണ്ണൂരുമായി ബന്ധപ്പെട്ടെല്ലാം നിൽക്കുന്നത് ആകാശ് തില്ലങ്കേരിയുടെ പ്രശ്നമാണ്. ആകാശ് തില്ലങ്കേരിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ ആകാശ് സിംഗ് തില്ലങ്കേരി വയനാട്ടിലൂടെ വാഹനം ഓടിച്ചു പോയി. ഇതിന്റെ തുടർച്ചയായി ഈ വാഹനം കണ്ടെത്തിയിരുന്നു അത് മലപ്പുറം സ്വദേശിയുടെ വാഹനമാണ്. അതിനാൽ തന്നെ വയനാട് നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് അതിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മലപ്പുറം മോട്ടോർ വാഹന വകുപ്പിനുള്ള നിർദ്ദേശം നൽകും. അത് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും CPM-ലെ PSC വിവാദമാണ്, കോഴ വിവാദമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതിലെ നേതാവിനെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഈ പണിക്കർ റോഡിന് സമീപം ഈ തീരദേശ തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ശോചനീയ അവസ്ഥയിലാണ്. അവിടെ ഇത് കെട്ടിടം പൂർണ്ണമായി ശോചനീയ അവസ്ഥയിലായതിന് അതിന്റെ ഫലമായി തന്നെ കോഴിക്കോട് മേയറിന്റെ സമീപം ഇന്നലെ അവിടുത്തെ നിവാസികളെത്തി പരാതി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോഴിക്കോട് മേയർ അവിടെ സന്ദർശിക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മറ്റൊരു വാർത്ത, തിരുവമ്പാടി KCB ഓഫീസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് എന്തായാലും കോടതി പരിഗണിക്കുന്നുണ്ട്. അവർക്ക് ജാമ്യം കിട്ടുമോ എന്ന് ഇന്ന് കണ്ടറിയണം. ശരി, ശ്രീജിത്താണ് ഒറ്റ ശ്വാസത്തിൽ ന്യൂസ് അജണ്ട പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി സുധീഷ് ഗോപാലിലേക്ക്. സുധീഷ്, കൊച്ചിയിൽ ഇന്ന് എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ? പ്രധാനമായിട്ടും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറയാവുന്നത്, ഇല്ലെങ്കിൽ മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയാവുന്നത്, പടയപ്പ മൂന്നാറിൽ ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നത് അവിടെ ആശങ്ക പരത്തുകയാണ്. ഇത് സംബന്ധിച്ച തുടർ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ എളമരം കരീം, CITU നേതാവായ CPM-ലെ മുതിർന്ന നേതാവായ എളമരം കരീം ഇന്ന് എറണാകുളത്തുണ്ട്. അത് CITU-ൻ്റെ ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുക്കുക, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളുടെ ഒരു സംയുക്ത യോഗവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്നിപ്പോൾ PSC നിയമനവുമായി ബന്ധപ്പെട്ട PSC-യിലെ ബോർഡ് മെമ്പർ സ്ഥാനം PSC ബോർഡിലേക്കുള്ള ആ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികരണങ്ങൾ ഇന്ന് ഇവിടെ എളമരം കരീമിൻ്റേത് ആരായാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനുകൾ ഇപ്പോഴത്തെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ നടത്തുന്നതിലെ ചില പ്രതിബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അവരുടെ ശക്തമായ ഒരു പ്രതിഷേധം അതിന്ന് കളക്ടറേറ്റ് മാർച്ചായി എറണാകുളത്ത് നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും മണിക്കൂറിലുണ്ടാകും. അതിനേക്കാളൊക്കെ നമുക്ക് സന്തോഷം കൂടി പകരുന്ന ഒരു വാർത്തയാണ് ഇൻഡി വുഡ് മീഡിയ എക്സലൻസ് അവാർഡ്. അത് ജനം TV-യിലെ 2 പേർക്ക് അതിന് അർഹത നേടിയിരുന്നു. അവർക്കുള്ള അവാർഡ് ദാന ചടങ്ങ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാവുന്ന മറ്റൊരു വാർത്ത, അങ്കമാലിയിൽ കഴിഞ്ഞ ജൂൺ 8-ന് ഒരു കുടുംബത്തിലെ 4 പേര്, 2 കുട്ടികളടക്കം വെന്തു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു അപകടമാണോ ആത്മഹത്യയാണോ എന്ന സംശയം ഇപ്പോഴും തുടരുമ്പോൾ, ഈ അപകടം നടക്കുന്നതിൻ്റെ തലേന്ന് പെട്രോൾ വാങ്ങിയത്, ഈ ഗ്രഹനാഥൻ പെട്രോൾ വാങ്ങിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ആത്മഹത്യ എന്ന സൂചനയിലേക്ക് പോകുന്നു. എന്നാൽ അതിൻ്റെ മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നാലേ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങളും തുടർ വാർത്തകളും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് കുണ്ടന്നൂർ തേവര പാലം, അത് ഇന്നലെ അർദ്ധരാത്രിക്ക് അതിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡ് അതുവഴിയുള്ള ഗതാഗതം നിരോധിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ അത്
വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മഴ തുടരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു മാറ്റം. അപ്പോൾ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ 48 മണിക്കൂർ അതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ടാവും ഇനിയും ഇവിടെ അറ്റകുറ്റപ്പണി നടക്കുക. അത് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്നവരും അതുവഴി പോകാൻ ഉദ്ദേശിച്ചവരൊക്കെ ചിലപ്പോൾ യാത്ര മാറ്റി വെച്ച് കാണും. അവർ കൂടി അറിയുന്നതിന് വേണ്ടിയാണ് ഇതിൽ കൂടി ആ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് കൊച്ചിയിൽ നിന്നും ഇപ്പോൾ പ്രധാനമായും പറയാനുള്ളത്. പ്രദീപുള്ള. ശരി, താങ്ക് യു സുധീഷ്, ഗൗതം, ശ്രീജിത്ത്, പ്രശാന്ത് ശങ്കരമംഗലത്ത്. അപ്പോൾ ഇനി വാർത്തയുടെ ലോകത്തേക്ക് ഊളിയിടാനായി അവരെ ഫ്രീ ആക്കാം.